സന്തോഷയില്ലേ സ്ഥലന്റെ ബാലൻസ് തെറ്റാണ് കേട്ടോ. കാരണം ഹോസ്റ്റലിൽ സത്യം പറഞ്ഞാലേ ഒരു പണിയെടുക്കാൻ പറ്റണില്ല, അങ്ങനെ തല കറങ്ങാൻ കേട്ടോ. കൈ മനുഷ്യന്മാരുള്ള മൂടുണ്ട്. ഷാളിന്റെ വലിച്ചു പിടിക്കണേ പറഞ്ഞു. മോളുവിന്റെ വാങ്ങിക്കോളൂ, പിന്നെ ഏതായാലും തട്ടിടാത്ത ആളാണ്. ഹോസ്പിറ്റലും രോഗങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസം. പാല് ഇവിടെ വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, പാല് എടുത്ത് വെക്കട്ടെ. ഋഷുവിന് ഇന്നലെ മുതൽ തുടങ്ങിയ പനിയാട്ടോ, ഇപ്പോഴും എണീറ്റിട്ടില്ല, പനിച്ച് കിടക്കുകയാണ്. നീച്ച ഋഷുവോ, ചായ കുടിച്ചിട്ട് വേണ്ടേ ഗുളി കുടിക്കാൻ? നീക്കേ ഋഷുവോ, നീച്ചേ ചായ കുടിക്കണ്ടേ? വാ. ഭാഗ്യത്തിന് ഇന്ന് സ്കൂളില്ല കേട്ടോ, അതുകൊണ്ട് ഇന്നത്തെ സ്കൂളും മദ്രസും പോകൂല. പിന്നെ ഇനിയിപ്പോ നാളെ ഇല്ലല്ലോ അല്ലേ, അതുകൊണ്ട് സമാധാനം. മോളൂനിപ്പൊ ഇന്ന് സുഖായില്ലേ? ഞാൻ സത്യം മാത്രം ഇടങ്ങാറുണ്ടേ, കള്ളത്തരം കാട്ട് കഴിഞ്ഞപ്പോ സ്കൂളിൽ ചെന്ന് കോളേജിൽ ചെന്ന കച്ചറാവോന്നുള്ള പേടിണ്ടായിരുന്നു. ഇനിയിപ്പോ ലീവായപ്പോ ആളുകൾ നമുക്ക് ക്ലാസ് പോലെ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പൊ സമാധാനം. ഇന്നലെ നോക്കുമ്പോ ഉണ്ട് ഒരു മെസ്സേജ് ഗ്രൂപ്പില്, കോഴിക്കോട് ഹെവി റെയിൻ ആയതുകൊണ്ട് കളക്ടർ ലീവ് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ പൊന്നിപ്പോ ഇപ്പൊ സമാധാനം, സന്തോഷമാണ്. അതുകൊണ്ട് ഇനിയിപ്പോ സന്തോഷായിരിക്കല്ലേ? പോരാത്തിന് അപ്പം മൂന്നാർ ടൂർ ഒക്കെയത് കേട്ടോ, ബാച്ചിലേഴ്സ് ട്രിപ്പ്. എന്നിട്ട് ഇതാക്കണം കൊണ്ടുവന്നിരിക്കുന്നത് ഹലുവ, പിന്നെ ഇതെന്താ പുള്ളിമുട്ടായി. പുള്ളിമുട്ടായി വെച്ചുകൊടുന്നാക്കറ എനിക്ക് ഇഷ്ടമാണെന്ന് അറിയണോണ്ട് ശർക്കര പൊടി അവളുടെ അമ്മ അയച്ചെന്നതൊക്കെ കൊള്ളട്ടെ. നിങ്ങൾ പോയിട്ട് കിട്ടിയ പപ്പ അല്ല, പിന്നെ അവിടെ എന്താ ഉള്ളത്? ശരിയാണ്, നമ്മള് മൂന്നാറൊക്കെ ഒന്നും കിട്ടിയില്ല. ഇത് എന്താ മൊറയൂർ ശർക്കരപ്പൊടി അത്ര. ചായയിലൊക്കെ ഞങ്ങൾ ശർക്കരപ്പൊടി ഇട്ട് കുടിക്കലുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ കൊടുന്നു നോക്കുമ്പോ ഇതൊന്നും മെയിൻ ചെയ്യാൻ പറ്റാതെ ഋഷുലെ. ഋഷുവിന് എന്താ ശരിക്കും പൊലിവാവേണ്ടത്, ഓനക്ക് പനി. രസമുണ്ടോ? ബ്ലാക്കർ ആണല്ലേ, ബ്ലാക്ക് ഹൽവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ പപ്പ ബ്ലാക്ക് തന്നെ വാങ്ങിക്കാം. ഞാൻ ബ്ലാക്ക് ഹൽവ മാത്രമേ തിന്നുള്ളൂ, വേറെ ഒരൊറ്റ കളറും തിന്നൂല. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലചുറ്റലാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിപ്പോ ചോറായിട്ട് കഴിക്കലില്ല കേട്ടോ, പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന കടികളൊക്കെയാണ് തിന്നല്. അപ്പൊ അതുകൊണ്ടാണ് വിചാരിച്ചു കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തലചുറ്റലല്ല. അതായത് ഞാൻ പിന്നെ ചോറ് തിന്നൽ തുടങ്ങിട്ടോ, എന്നിട്ടും മാറുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തലന്റെ ബാലൻസ് തെറ്റുകയാണ് കേട്ടോ. കാരണം എൻ്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്നത്, അപ്പൊ ഉമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ഏട്ടത്തിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓലെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു തലചുറ്റലല്ല, എന്താന്ന് പറയുക തലന്റെ ബാലൻസ് തെറ്റാത്രേ. അപ്പൊ ഞാൻ ഡോക്ടറെ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇക്ക ടൂർ പോയത്. അന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ഇക്കാനോട് പറഞ്ഞപ്പോ പിന്നെ ഇക്ക വെള്ളിയാഴ്ച രാത്രിയാണ് പോയത്. എന്നിട്ട് ഇപ്പൊ ഇന്നലെ രാത്രിയാണ് വന്നു. അപ്പൊ ഇനി ഇന്നിപ്പോ ഡോക്ടറെ കാണിക്കാൻ പോണം. എന്നാലും ഋഷുവിനും പനിയാണ്. ഞാനൊന്ന് വന്നു നോക്കിയപ്പോ രണ്ടാക്കും വയ്യ. അപ്പൊ എനിക്ക് ഇങ്ങനെ നമ്മള് എപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ പോവുക. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വീട്ടമ്മമാർക്ക് പണിയെടുക്കണമല്ലോ. ഇപ്പൊ ഋഷുവിന് പനിയുണ്ട്, അപ്പൊ ഓനെയും ഡോക്ടറെ കാണിക്കാം, ഇനിയും കാണിക്കാന്ന് വിചാരിച്ചിട്ട്. അത് കണ്ടിട്ട് ഇനിയിപ്പോ ഇത് ഡോക്ടറെ കാണിച്ചിട്ടില്ലെങ്കിൽ അസുഖം ഇങ്ങനെ കൂടുതലല്ലേ ചെയ്യുക. അപ്പൊ ഇന്നിപ്പോ ഡോക്ടറെ കാണിക്കാൻ പോണം. ഇക്ക ബുക്ക് ചെയ്തിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിന്നിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പുമാവന് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ പനിയായതുകൊണ്ട് കുടിച്ചോ. ഒന്നും തിന്നില്ല കേട്ടോ ഓന്, ആകെ 2 സ്പൂൺ ഉപ്പുമാവാ തിന്നത്. തുപ്പല്ലേ മുഴുങ്ങിവിടെ, കുറേ വെള്ളം കുടിച്ചോളാം കേട്ടോ. കൈക്കെടുക്കാതെ ഒക്കെ വിഴുങ്ങിവിടെ, കണ്ണും ചിമ്പിയും വിഴുങ്ങിക്കളാം. കുറേ വെള്ളം കുടിക്ക്. ഗുളിക കുടിക്കണാണെങ്കിൽ തീരെ ഇഷ്ടമല്ല കേട്ടോ ഓന്. ഫുള്ള് വെള്ളം കുടിച്ചോളാം. സത്യം പറഞ്ഞാലേ ഒരു പണിയെടുക്കാൻ പറ്റണില്ല, അങ്ങനെ തല കറങ്ങാൻ കേട്ടോ. കയ്യിനൊന്നും ഒരു എന്താ പറയുക, ഒരു ബലം കിട്ടണില്ല. അല്ല ആർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഭയങ്കര പേടിയാട്ടോ. ഒന്ന് വേഗം മാറി കിട്ടിയാൽ മതി എന്ന് തോന്നും. നമ്മളെ കുട്ടികൾക്ക് വല്ല പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലേ, മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ ആയിരിക്കണം. സംഭവം ചിലപ്പോൾ ചെറിയ പനിയുള്ളൂ ഉണ്ടാവുക, എന്നാലും അത് മാറി കിട്ടിയാലുള്ളൊരു സമാധാനം ഉണ്ടാവുക. അതിൻ്റെ പുറമെ നമുക്ക് കൂടി വയ്യെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ. പിന്നെ ജീവിതം എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ, ഒരു സന്തോഷത്തിനൊരു ദുഃഖം, ഒരു കയറ്റത്തിനൊരു ഇറക്കം, അങ്ങനെ വിചാരിച്ചാൽ മതി. പുളി കുടിച്ചപ്പോ പനിയൊന്നും വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഋഷു ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ് അല്ലേ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് അടിച്ചു വാരണം. ഇത് തുടക്കണില്ല കേട്ടോ, എന്നാലും തുടച്ചിരുന്നു. അപ്പൊ ഋഷു ആണ് വീട്ടിൽ ചളിയാക്കുന്ന ആൾ കേട്ടോ. ഓന് സുഖമില്ലാതെ കിടക്കല്ലേ, അപ്പൊ ചളിയൊന്നും ആയിട്ടില്ല. പിന്നെ ഓന് ഇന്നലെ മുട്ടായി അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ മായ കൊണ്ടിരുന്നത്രേ. അപ്പൊ അങ്ങനെ ജലദോഷിച്ച് പനി ഉണ്ടായതാന്ന് അവൻ പറയുന്നത്.
അതായാൽ മതിയല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ മതിയല്ലോ. ഇപ്പോൾ വേറെ എന്തൊക്കെയാ പനി ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഇളയച്ചൻ്റെ കുട്ടികൾക്ക് മുണ്ടിനീരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതേറ്റാണോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം പറയുന്നത് നല്ല മഴ കൊണ്ടിട്ടുള്ള ജലദോഷപ്പനിയാണെന്നാണ്. പിന്നെ പോന് വയ്യെങ്കിലും കിടക്കാം. എനിക്കിപ്പോൾ എത്ര വയ്യെങ്കിലും കിടക്കാൻ പറ്റൂലല്ലോ. ഒരു ദിവസം 2 ദിവസമൊക്കെ നമുക്ക് കിടന്നു നോക്കാം. ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ കുറേ ദിവസം വയ്യാതായി കിടന്ന ഒരു രക്ഷയില്ല, കിടന്നിട്ടും കാര്യമില്ല. അപ്പം നാളെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും പനി ഉണ്ടായിരുന്നു ഏകദേശം 1 മാസത്തോളം. അന്ന് ഞാൻ 2 ദിവസം 3 ദിവസമൊക്കെ കിടന്നു നോക്കി. പിന്നെ അത് മാറില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്നെ എണീറ്റ് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അതെന്താ ചെയ്യുക അല്ലേ. ഇക്ക വന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നല്ല മഴയാണ്. നല്ല മഴയാണ് കേട്ടോ. എന്താ ചെയ്യാലേ. 1:30 ഡോക്ടർ പോകുത്തറ കേട്ടോ. അപ്പൊ ആണെങ്കിൽ 1:11 അയക്കണേ. അപ്പൊ ഞങ്ങൾ ഓടി പോവാണ് കേട്ടോ. തൃശ്ശൂര് ബിനോയ് ഡോക്ടറെയാണ് കാണിക്കണത്. അത് കഴിഞ്ഞിട്ട് വേണം എന്നെ കാണിക്കാൻ. ENT ഡോക്ടർ. ഡോക്ടറെ പേരെന്താ സ്മിത എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇക്കാക്ക് ഓർമ്മ അത്ര. ഞങ്ങൾ പോട്ടെ. അവള് നല്ല ജോളിയായിട്ട് വരും. എൻ്റെ ചുരിദാറൊക്കെ ഇട്ട് ഞാൻ അവള് പോയിട്ടൊക്കെ അടുക്കി പതുക്കി വെച്ച് കേട്ടോ. പിന്നെ വന്നിട്ട് വീണ്ടും വലിച്ചിടല്ലോ ഉറപ്പിക്കണേ. വൈകുന്നേരം മോളോട് നല്ല ചിരി കേട്ടോ. നോക്കിപ്പോ രോഗമൊന്നുമില്ലല്ലോ. ഇനി കാണാൻ അസുഖമൊന്നുമില്ലല്ലോ. എൻ്റെ ഉള്ളിലാണ് അസുഖം. പേരിന്ന് വിളിച്ചു മെഡിസിൻ്റെ അവിടുന്ന്. അപ്പോൾ റഷു എണീറ്റുന്നു. അവൻ്റെ ഹോർമോന് സ്കൂളിൽ ഇരിക്കുകയാണെന്നാണ് അല്ലേ. പാവട്ടോ, തീരെ വയ്യ. അവനക്ക് വീഡിയോ എടുക്കണം തീരെയും പറ്റാൻ. അവന് വീഡിയോ എടുക്കണ ഇഷ്ടമല്ല. പിന്നെ മാത്രമല്ല അവന് വിശന്നപ്പണേ. അവനൊന്നും തിന്നിട്ടില്ലല്ലോ. എല്ലാവർക്കും വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നാട്ടോ. സന്തോഷയില്ലേ റഷു? അവർക്ക് എന്താ സാൻഡ്വിച്ച് അല്ലേ? ഹോസ്പിറ്റലിലേക്ക് ഒന്നിക്കിട്ട് തിന്നാനാണ് കേട്ടോ മോളും. ഇക്കെന്താ ചട്ടിപ്പത്തിരിയോ? ഇക്കാക്ക് ഷോപ്പിൽ നിന്ന് നല്ല തിരക്കാത്രേ. അതെന്തും അങ്ങനെ തന്നെ കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നല്ല തിരക്കാവും. ടൂറൊന്നണ്ട സമയമാണല്ലേ. ഇതപ്പോൾ ചെയ്യുക. ചായയും കടിയും കുടിച്ച് എനിക്ക് ഡോക്ടറെ കാണാൻ പോകണോട്ടോ. അതുകൊണ്ടപ്പോൾ ചായ കുടിക്കണേ. 3 മണിയൊക്കെ ആവുണ്ടാവും അല്ലേ. എനിക്കാണെങ്കിൽ പിന്നെ തല ഇങ്ങനെ കറങ്ങാണ്. ഇവര് ഓടുക കേട്ടോ അടുത്ത സ്ഥലത്തേക്ക്. എനിക്കാണെങ്കിൽ ഓടാനൊന്നും വയ്യ. എനിക്ക് തല മിങ്ങാണ്. അസുഖക്കാരപ്പായിട്ടോ മനുഷ്യന്മാരുള്ള മൂടുണ്ട്. നീ വരണ്ട കേട്ടോ. ഞങ്ങൾക്കും തന്നെ വരുന്നതിന്റെ ഒരു കുഴപ്പമുണ്ടായില്ല. വന്നപ്പോഴാണ് മനസ്സിലായി. അവസാനമായിട്ട് ഞാൻ വന്നിട്ടാണ് എല്ലാവർക്കും ഒരു ദാരിദ്ര്യം മുറിച്ച അവസ്ഥ. പാവം റഷു. ഇനി പിന്നെ പാവം എന്ന് പറയാൻ ആരുമില്ല. എനിക്ക് ഗുളിക കൊടുക്കാട്ടോ. ടൂറ് പോയി വന്നൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഭാര്യക്കും അസുഖം, മോൻ അസുഖം. ഷോപ്പിലാണെങ്കിൽ കയറാനും പോലല്ല. കൊളോട് പോകും. വീണ്ടും മേലോട്ടന്നെ. കഴിഞ്ഞിട്ട് വിളിക്കേ. വിഷുവിന് പനി വീണ്ടും തുടങ്ങിയിട്ട് അവന് തണുക്കുക അത്രേ. ഓൻ ഇന്റെ ഷാളുണ്ട് വലിച്ചു പിടിക്കണേ പറഞ്ഞു. മോളുവിന്റെ വാങ്ങിക്കോള് പിന്നെ ഏതായാലും തട്ടിടാത്ത ആളാണ്. എന്തല്ലേ റഷോ? 2 ദിവസം സ്കൂളിൽ ലീവ് ഇട്ടി വെക്കുമ്പോ പനി അല്ലെങ്കിൽ അർമാദിക്കാവും. ഇവിടെ ആരുമില്ല കേട്ടോ. ഇവിടെ ലഞ്ച് ബ്രേക്കാണ്. ഇനിയിപ്പോൾ ഡോക്ടർ ലഞ്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല അവിടെ ഒരു പപ്പിയും മമ്മിയുണ്ട് കേട്ടോ. ഇനി മരുന്നിൻ്റെ ഡോസ് ശരീരത്തിൽ കയറണം, എന്നാലേ പനി വിടുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്ര സമയം ഇരിക്കേണ്ടിയിരുന്നാവട്ടോ അറിയില്ല. എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക. പിന്നെ ഇനിയിപ്പോൾ എത്ര കാലം മരുന്ന് കുടിക്കേണ്ടി വരും. ഒന്നാമത് എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണ ഇഷ്ടമല്ല കേട്ടോ. മാറിയോ? തണുപ്പ് മാറിയോ? നല്ല ചൂടാ?
ഞാൻ അപമാനിക്കണം. അല്ലെങ്കിൽ ഋഷു ഇനി ചിലപ്പോ നാളെയും കൂടെ അല്ല 2 ദിവസം കൂടി ഇത് അവധി തന്നാലോ ഗവർണർ കളക്ടർ ചിലപ്പോ നാളെ ലീവ് തന്നാലോ എനിക്ക് അറിയാലോ അല്ലെ എന്നറിയാലോ അല്ലെ. പക്ഷെ ലീവ് തന്നിട്ട് ഇപ്പൊ വലിയ കാര്യമായിട്ട് വലിയ മഴയൊന്നുമില്ല അല്ലേ. അതെന്നും അങ്ങനെയാണ്. എന്നാലും ഓവർ മഴയൊന്നുമില്ല, സാധാരണ നോർമലാണ്. എല്ലാ പ്രാവശ്യം കളക്ടർ ലീവ് കൊടുത്താലേ അന്ന് നല്ല വെയിലാക്കര. പക്ഷെ അന്ന് സെയിം എല്ലാ പോലെ നമ്മളവിടെ അതിന് മാത്രം ശക്തമായ മഴയൊന്നുമില്ല. ഞാൻ പോകണ്ട, അവിടെ ഇരുന്നോ, പഠിക്കാൻ പോവാതെ വീട്ടിലിങ്ങനെ ഇരുന്നോ. എന്തൊക്കെയായിരുന്നു ഇന്നലെ. ട്യൂഷൻ പങ്കെടുക്കൂല, നാളെ ലീവാണ്, ഞാൻ അമ്മമ്മ കുടിക്ക് പോവാണെന്നൊക്കെ പറഞ്ഞ് നല്ല യുദ്ധമായിരുന്നു ഇന്നലെ. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇപ്പം അത് പാവായി കിടന്നുറങ്ങണം. ഞാൻ ഡോക്ടറെ കണ്ടു വന്നപ്പോഴത്തേക്ക് ഋഷു ഉറങ്ങിയിട്ടുണ്ടോ. മോളോ പപ്പനെ വിളിക്കേ, കഴിഞ്ഞു പറയും ഒരേ പോവാ. ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടർ പറഞ്ഞത് 2 ആഴ്ചക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ചെല്ലാനാണ്. ഞങ്ങൾ മെഡിസിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇക്ക വന്നിട്ട് വേണം മെഡിസിൻ വാങ്ങാൻ. ഇക്ക വരട്ടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മെഡിസിൻ വാങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. എന്താ തൈറോയിഡ്, ഹീമോഗ്ലോബിൻ, പിന്നെ ഷുഗർ, പിന്നെ കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടോ നോക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാ പറഞ്ഞിട്ടുള്ളത്. ഋഷു ആണെങ്കിൽ മോളൂൻ്റെ മടി കിടന്ന് ഉറങ്ങി. എനിക്ക് പോരണ്ടിയില്ല ഒന്നിയില്ല. ഇപ്പം ഇന്ന് വീട്ടിലിരുന്നാൽ മതിയേനു അല്ലേ. അങ്ങനെ ബ്ലഡ് എടുത്തുട്ടോ, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ഇക്ക വന്ന് വാങ്ങിക്കോളൂ. അപ്പോൾ ഇക്കാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ഐ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഐ ടെസ്റ്റ് ഇവിടെ ഉണ്ടോ ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഇനി അൽസലാമയിൽ പോയി നോക്കണം. എന്തൊക്കെ നോക്കണം അല്ലേ, അസുഖം വന്നു കഴിഞ്ഞാൽ. എനിക്ക് ഇന്ന് ബാഡ് ഡേ ആണല്ലേ. എനിക്ക് ഞങ്ങളെ കൂടെ നടന്നിട്ടാ ബാഡ് ഡേ. ഞങ്ങൾക്കൊക്കെ ഫിസിക്കലി വയ്യ, എനിക്ക് മെൻ്റലി വയ്യാതെ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വിഷമം വരിക. പിന്നെ പോരാത്ത ഋഷുവിനെ കാണുമ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ഹാപ്പി ആവും. വരണ്ടെന്ന് അവിടെ ഇരുന്നോ. മൈഗ്രെയിൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു ബാലൻസ് പോലെ എന്നാട്ടോ ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. അപ്പോൾ അതിനുള്ള ടെസ്റ്റൊക്കെ ചെയ്യാനാണ് തന്നിട്ടുള്ളത്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റിസൾട്ടും കൊണ്ടൊക്കെ ചെല്ലണം. ഇനിയിപ്പോൾ എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിശ്വാസം ഇതോടുകൂടി മാറുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ പല ടെസ്റ്റും നടത്തിയിട്ട് തിരിഞ്ഞും പറഞ്ഞൊക്കെ ഇരുന്നൊക്കെ ബാലൻസ് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ തന്നെ റിലാക്സ് ആയിട്ട് ഇരിക്കാനാണ് പറഞ്ഞത്. അത് എനിക്കുണ്ടാവില്ല, കാരണം വീട്ടുജോലിയും യൂട്യൂബിൻ്റെ ലൈഫും ഒക്കെ ആകുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. പിന്നെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ചെയ്യാൻ അറിയുന്നതിന് മടിയാണ്. അങ്ങനെ ചെയ്യണം, ഹാപ്പി ആയിരിക്കണം ഒക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസമല്ലേ എന്ന് ഹോസ്പിറ്റലും രോഗങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസം. എന്നിപ്പോൾ ഒരുപോലെ അല്ലേ, ഓരോ ദിവസത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. മോള് ഇതൊക്കെ ചൂടി ഷവർമ വാങ്ങാൻ പോണ്. ഒരു ഷവർമക്ക് 130. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ അടുത്ത അടിപൊളി വിശേഷങ്ങളുമായി ഉടനെ വരാം. അസ്സലാമു അലൈക്കും.